ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി. പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. 2 ദിവസമായി വിഷുവിൻ്റെ തിരക്കിൽപ്പെട്ടതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം നമഃ ശിവായ. അരുണാസുരൻ്റെ കഥ. അതിപുരാതന കാലത്ത് മഹാദുഷ്ടനും ശക്തിമാനുമായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അരുണൻ എന്ന പേരിലായിരുന്നു അയാൾ അറിയപ്പെട്ടിരുന്നത്. അയാൾ മഹാപരാക്രമിയും ക്രൂരകർമ്മ തൽപരനുമായിരുന്നു. അങ്ങനെയിരിക്കെ ദേവന്മാരിൽ അധീശത്വം നേടുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം അയാളുടെ മനസ്സിൽ കുടിയേറി. തന്നെ വധിക്കാൻ കെൽപ്പുള്ളവരാരും തന്നെ ത്രിലോകങ്ങളിലും ഉണ്ടാകരുതെന്ന ആഗ്രഹമായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി മാത്രമേ ഇത്തരമൊരു ആഗ്രഹം സാധിക്കൂ എന്നറിഞ്ഞ അരുണാസുരൻ കഠോരമായ തപസ്സു തുടങ്ങി. എന്നാൽ മറ്റാർക്കും സാധിക്കാത്ത വിധത്തിലുള്ള ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ടുള്ള അരുണാസുരൻ്റെ തപസ് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു. മന്ത്രങ്ങളുടെ മാതൃസ്ഥാനത്ത് വർത്തിക്കുന്ന ശക്തിയാണ് ഗായത്രി ദേവി. ആ ദേവിയുടെ അതിദേവതയാണ് സൂര്യൻ. ശൈവമെന്നോ വൈഷ്ണവമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ സകലരും ഒന്നുപോലെ നിത്യവും ഭക്തിയോടെ ജപിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ആദിസ്വരൂപിണിയായ ദേവി പാർവതി തന്നെയാണ് ഗായത്രി ദേവി. ഭൂമിയുടെ അധിപതി പാർവതിയായതിനാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്ര വിട്ടെണീറ്റ് സ്നാനം ചെയ്ത് ശുദ്ധഹൃദയത്തോടെ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഭക്തന് അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഭൂമിദേവിയുടെ വരദാനം മൂലമാണ് വൃക്ഷലതാദികളിലൂടെ ഫലമൂലാദികൾ ലഭിക്കുന്നത്. കാരുണ്യവാരിധിയായ മാതാവിൻ്റെ അനുഗ്രഹങ്ങളാകുന്ന ഫലങ്ങളാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്. നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും തുഷാരമണികളേറ്റ് പരിശുദ്ധരായി ഗായത്രി മന്ത്രം ജപിക്കുന്നുവെന്നാണ് വിശ്വാസം. ജഗദീശ്വരിയായ പാർവതീദേവിയുടെ വരപ്രസാദ മഹത്വം ചിന്തിക്കാത്ത മനുഷ്യർ ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്രയ്ക്ക് വശംവദരായി ഇന്ദ്രിയജടിലമായ സുഖത്തിൽ ലയിച്ചു കിടക്കുന്ന ദയനീയ സ്ഥിതിയാണുള്ളത്. ഫലമൂലാദികളും ജലവും വായുവും തൻ്റെ അരുമ സന്താനങ്ങളായ ജീവജാലങ്ങൾക്ക് വേണ്ടി വേണ്ടുവോളം കാരുണ്യാതിരേകത്തോടെ സൃഷ്ടിച്ചു നൽകുന്ന ലോകമാതാവിനെ ഭക്തി ആദരങ്ങളോടെയും കൃതാർത്ഥതയോടെയും ഒരു നിമിഷം വന്ദിക്കാൻ പോലും മനസ്സു കാണിക്കാത്ത മനുഷ്യൻ എത്ര ക്രൂരനാണെന്ന് വിലയിരുത്തേണ്ടതാണ്. നൈമിഷികവും നശ്വരവുമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ആസക്തിയോടെ വെകിളി പിടിച്ചുലയുന്ന മനുഷ്യൻ സത്യധർമ്മങ്ങളിൽ നിന്നും എത്രയോ കാതം അകലെയാണ് നിലകൊള്ളുന്നത്. അനശ്വരമായ സത്യജ്യോതിസ് തൻ്റെ അകതാരിൽ പ്രകാശിക്കുമ്പോഴും അത് കണ്ടറിയാൻ ശ്രമിക്കാതെ അനിത്യമായ വസ്തുക്കളുടെ മേച്ചിൽപ്പുറങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ് മാനവ സമൂഹം. അങ്ങനെ ജഗദംബികയോടുള്ള കൃതജ്ഞത അനവരതം തുടരുമ്പോഴും സന്താനങ്ങളുടെ അജ്ഞതയോർത്ത് സഹതപിക്കുന്ന ആ പുണ്യജനനി തൻ്റെ വരപ്രസാദത്തിന് ഒരു കുറവും വരുത്തുന്നില്ല. മാത്രമല്ല, തുഷ്ടശിഷ്ടഭേദം കൂടാതെ വാത്സല്യാതിരേകത്തോടെ മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടുള്ള അരുണാസുരൻ്റെ കഠിന തപസ്സിൽ സംപ്രീതനായ നാൻമുഖൻ ആ അസുരന് ദർശനവും വരദാനവും നൽകുന്നതിനായി സാന്നിധ്യം കൊണ്ടു. വിരിഞ്ചൻ തൻ്റെ അധരശോഭയ്ക്ക് മാറ്റ് വർദ്ധിപ്പിക്കാനെന്ന വണ്ണം അണിയിച്ചു ചേർത്ത മന്ദഹാസ മലരുകളോടെ അരുണാസുരനോട് ആരാഞ്ഞു. ഹേ അരുണാസുര,
അധികമാരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഗായത്രി മന്ത്ര ജപത്തോടുള്ള നിന്റെ തപസ്സിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിനാൽ എന്ത് വരമാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് പറയുക. വളരെ ദുർലഭമാണെങ്കിലും അത് നൽകാൻ നമുക്ക് സന്തോഷമേയുള്ളൂ. സൃഷ്ടികർത്താവായ വിരിഞ്ചൻ്റെ വാക്കുകൾ കേട്ട അരുണാസുരൻ സന്തോഷത്തോടെ പറഞ്ഞു, ബ്രഹ്മദേവ, അവിടുത്തെ കാരുണ്യം മാത്രമാണ് അടിയന് ആശ്രയമായിട്ടുള്ളത്. എൻ്റെ തപസ്സിൽ അങ്ങ് സംപ്രീതനാണെങ്കിൽ യുദ്ധത്തിൽ ഒരിക്കലും എനിക്ക് മരണം സംഭവിക്കരുത്. ഈ വരമാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത്. അരുണാസുരൻ്റെ അപേക്ഷ കേട്ട ബ്രഹ്മദേവൻ വിഷമിച്ചു. ദുഷ്ടനായ അസുരന് ഇത്തരമൊരു വരം നൽകുന്നത് ദേവന്മാർക്കും മറ്റുള്ളവർക്കും വളരെ ദോഷം വരുത്തിവെക്കും എന്ന കാര്യം അദ്ദേഹം ഓർത്തു. എന്നാൽ കഠിനമായ തപസ്സിലൂടെ നമ്മെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ദുർലഭമായ വരമായാലും അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുമാണ്. ഇനി അത് മാറ്റിയാൽ സത്യലംഘനമാകും. അതിനാൽ ഇവൻ ആഗ്രഹിക്കുന്ന വരം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്രകാരം ചിന്തിച്ച് നാൻമുഖൻ പറഞ്ഞു, അരുണാസുര, നീ ആവശ്യപ്പെട്ട വരം അപൂർവമാണെങ്കിലും നാം അത് നിനക്ക് തന്നിരിക്കുന്നു. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. വരം നൽകി അരുണാസുരനെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മാവ് സത്യലോകത്തേക്ക് പോയി. അപൂർവമായ വരസിദ്ധി ലഭിച്ച അരുണാസുരൻ അത്യധികം അഹങ്കാരിയായി തീർന്നു. ഒട്ടും വൈകാതെ അയാൾ ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ പോരിന് വിളിച്ചു. ഭയന്നോടുന്നത് ഭീരുത്വമാണെന്ന് കരുതിയ ദേവന്മാർ അവനോട് എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സന്ദർഭത്തിൽ അവർ ഒരു അശരീരി കേട്ടു. ഹേ ദേവന്മാരെ, അരുണൻ ഗായത്രി മന്ത്രം കൈവെടിയാതിരിക്കുന്നിടത്തോളം കാലം ആർക്കും അവനെ വധിക്കാൻ കഴിയുകയില്ല. അനേകം വർഷങ്ങളായി അവൻ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതിനാൽ അവൻ അപാര ശക്തിമാനായി തീർന്നിരിക്കുകയാണ്. വെറുതെ അവനോട് യുദ്ധം ചെയ്ത് പരാജയം ഏറ്റുവാങ്ങാതിരിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. അശരീരി കേട്ട ദേവന്മാർ ഭയചകിതരും ദുഃഖിതരുമായി തീർന്നു. അവർ ഒത്തുചേർന്ന് അരുണാസുരനെ വധിക്കുവാനുള്ള മാർഗം ആലോചിച്ചു. ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് കാര്യഗൗരവം ധരിപ്പിച്ചു. അരുണാസുരന് ബ്രഹ്മാവ് വരം നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ ബലം കൊണ്ടാണ് അവൻ ലോകം കൈയടക്കിയതെന്നും ദേവന്മാർ തങ്ങളുടെ ഗുരുവിനെ ഓർമ്മിപ്പിച്ചു. ബൃഹസ്പതി അല്പനേരം ചിന്താമഗ്നനായി ഇരുന്നു. അരുണാസുരൻ്റെ അന്ത്യം കുറിക്കാൻ പറ്റിയ ഒരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ബുദ്ധി ഉദയം ചെയ്തു. അദ്ദേഹം ചിന്തിച്ചു, അരുണാസുരൻ ഗായത്രി മന്ത്രം ഉപേക്ഷിച്ചാൽ മാത്രമേ അവൻ്റെ അന്ത്യം സാധ്യമാകൂ. ആ സ്ഥിതിക്ക് ഗായത്രി ദേവിയെ ആരാധിക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കണം. കാരണം ഗായത്രി മന്ത്രത്തിൻ്റെ ശക്തി അപാരവും അനിർവചനീയവുമാണ്. ഈ ദിവ്യമന്ത്രം സദാ നാവിൽ വിളയാടുന്ന വ്യക്തി ആരായാലും അയാളെ പരാജയപ്പെടുത്തുവാനോ വധിക്കുവാനോ ആർക്കും സാധ്യമല്ല. മാത്രമല്ല ഗായത്രി മന്ത്ര ജപത്തിലൂടെ ഭൂമിയിലുള്ള സകലതും അവന് വശമായി തീരുകയും ചെയ്യും. എന്തായാലും അരുണാസുരനെ ഗായത്രി മന്ത്രത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള വിദ്യ എൻ്റെ പക്കലുണ്ട്. അതിനാൽ നിങ്ങൾ ഒരു വിധത്തിലും ദുഃഖിക്കേണ്ടതില്ല. ഹേ ദേവന്മാരെ, നിങ്ങൾ ധൈര്യസമേതം മടങ്ങിപ്പോകുക. ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ദേവന്മാരെ അദ്ദേഹം മടക്കി അയച്ചു. അനന്തരം ദേവഗുരു അരുണാസുരൻ്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. അകലെ നിന്നും വരുന്ന ബൃഹസ്പതിയെ അസുരന്മാർ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആഗമനത്തിൽ അവർക്ക് സംശയമുണ്ടാകുകയും ചെയ്തു. ഉടൻ തന്നെ അവർ ഈ വിവരം തങ്ങളുടെ രാജാവായ അരുണാസുരനെ അറിയിക്കുകയും ചെയ്തു. അസുരന്മാരുടെ വാക്കുകൾ കേട്ട അരുണാസുരൻ വിസ്മയഭാവത്തോടെ ആരോടെന്നില്ലാതെ ചോദിച്ചു, ബൃഹസ്പതി ദേവന്മാരുടെ പരമാചാര്യനാണ്. അയാൾ എന്തിനാണ് എന്നെ കാണാൻ വരുന്നത്? ദേവന്മാരുടെ താൽപ്പര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന അയാളുടെ ആഗമനോദ്ദേശത്തിൽ എന്തോ ചതിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ആഹാ, വരട്ടെ, കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാകാം കാര്യങ്ങൾ. ഇപ്രകാരം പറഞ്ഞപ്പോഴേക്കും ദേവഗുരു അരുണാസുരൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ബൃഹസ്പതിയെ കണ്ടയുടനെ പരിഹാസഭാവത്തോടെ അരുണാസുരൻ ചോദിച്ചു, അയ്യോ, ഇതാരാ എഴുന്നള്ളിയിരിക്കുന്നത്? ദേവന്മാരുടെ ഗുരുസ്ഥാനീയനായ ബൃഹസ്പതിയോ?
അങ്ങ് എന്താ പോരാത്ത വഴിയൊക്കെ തേടിയിരിക്കുന്നത്? ഓ, മരണത്തെ പേടിച്ചായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ? അരുണാസുരൻ്റെ വാക്കുകൾ പരിഹാസത്തോടു കൂടിയാണെന്നറിഞ്ഞിട്ടും അതൊന്നും ബൃഹസ്പതി കാര്യമാക്കിയില്ല. ബുദ്ധി കൊണ്ട് വേണം അവനെ നേരിടേണ്ടത് എന്ന ചിന്ത അദ്ദേഹത്തെ സംയമനചിത്തനാക്കി. അതിനാൽ സ്നേഹഭാവത്തോടെ അദ്ദേഹം അരുണാസുരനോട് പറഞ്ഞു, അല്ലയോ അരുണാസുര, ഞാൻ മരണഭയം കൊണ്ടല്ല താങ്കളെ കാണാൻ വന്നത്. നാം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്തെന്നാൽ നമ്മൾ രണ്ടുപേരും ഗായത്രി ദേവിയുടെ ഉപാസകരാണ്. സത്യമാർഗത്തിൽ ചരിക്കുന്നവർക്കിടയിൽ വ്യത്യാസമെന്നത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ബൃഹസ്പതിയുടെ വാക്കുകൾ കേട്ട അരുണാസുരൻ കോപാകുലനായി. അയാൾ കർക്കശ സ്വരത്തിൽ പറഞ്ഞു, ഹേ ബൃഹസ്പതി, നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മൾ രണ്ടും തുല്യരാണെന്നോ? ഓഹോ, ഇക്കാര്യം സമർത്ഥിക്കാനായിരിക്കും ഇപ്പോൾ ഇവിടേക്ക് വന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം ഞാൻ ഇന്നു മുതൽ ഗായത്രി ദേവിയുടെ ഉപാസകനല്ല. മാത്രമല്ല, മേലിൽ ഞാൻ ആ മന്ത്രം ഉരിയാടുകയുമില്ല. ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗായത്രിയെ അസുരനായ ഞാൻ ഇനി ആരാധിക്കാൻ പോകുന്നില്ല. എന്താ, നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായില്ലേ? ഇനി വന്ന വഴിക്ക് തന്നെ നിങ്ങൾക്കും തിരിച്ചു പോകാം. അതായിരിക്കും നല്ലത്. അരുണാസുരൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ ബൃഹസ്പതിയുടെ അകതാരിൽ കുളിർ തെന്നലിൻ്റെ മൃദുസ്പർശമുണ്ടായി. വന്ന കാര്യം നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തോടെ അദ്ദേഹം ദേവന്മാരുടെ അടുത്തെത്തി കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു. തങ്ങളുടെ പൂജനീയനായ ഗുരുനാഥൻ്റെ ബുദ്ധിസാമർഥ്യം ഓർത്ത് ദേവന്മാർ സന്തോഷിച്ചു. അരുണാസുരൻ തന്നെ പരിഹസിച്ച വിവരം ഗായത്രി ദേവി ജ്ഞാനദൃഷ്ടിയിൽ ഗ്രഹിച്ചു. ദേവി അത്യന്തം കോപിഷ്ഠയായി. ദേവിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അസുരന്മാരുടെ അഹങ്കാരം തീർക്കണമെന്ന് ദേവി നിശ്ചയം ചെയ്തു. അരുണാസുരനെയും പടകളെയും സംഹരിക്കാനായി ദേവി ലക്ഷക്കണക്കിന് വണ്ടുകളെ സൃഷ്ടിച്ചയച്ചു. ഭ്രമരക്കൂട്ടത്തിൻ്റെ മൂളൽ കേട്ട അസുരന്മാർ ഭയചകിതരായി. അവർ 4 ദിക്കിലേക്കും ജീവനും കൊണ്ട് ഓടിമറിഞ്ഞു. പക്ഷേ വണ്ടുകൾ അവരെ പിന്തുടർന്നു കൊന്നൊടുക്കി. അസുരന്മാരുടെ വധത്തിനു ശേഷം വണ്ടുകൾ അരുണാസുരനെ വളഞ്ഞു. ആയിരക്കണക്കിന് ഭ്രമരങ്ങൾ അരുണാസുരനെ കൊത്തിക്കൊന്നു. അതോടെ അസുരന്മാരുടെ അഹങ്കാരവും ശമിച്ചു. ദേവന്മാർക്ക് യുദ്ധം ഒഴിവായി കിട്ടുകയും ചെയ്തു. അരുണാസുരൻ്റെ കഥ എന്ന ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.